ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 38ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്ത് നമ്മൾ കണ്ടത് സഹോദരന്മാരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഷീലിങ്ങിലേക്ക് പോകാനൊരുങ്ങുന്ന നിങ്കയാണ്. ആദ്യം അതിനോട് കുറച്ച് സഹോദരന്മാർ എതിർത്തുവെങ്കിലും പിന്നീട് സംസാരിച്ചു വന്നപ്പോൾ എല്ലാ സഹോദരന്മാരും അതിനോട് യോജിച്ചു. അതിനുശേഷം അവസാനമായിട്ട് എല്ലാ സഹോദരന്മാരും മുന്നോട്ട് വന്നിട്ട് ഓരോരോ മുദ്രാവാക്യങ്ങൾ പറയുകയാണ്. നമ്മൾ നമ്മളെ തന്നെ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരും കുറേ മുദ്രാവാക്യങ്ങൾ പറയുന്നുണ്ട്. വരാൻ പോകുന്ന ആ വലിയ യുദ്ധത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ മുദ്രാവാക്യമൊക്കെ പറയുന്നത്. അതുമാത്രമല്ല, അവസാനം അവർ പറയുകയാണ് ഫൂസി ഇതിനോട് യോജിക്കുന്നുണ്ടാകും, ഫൂസിക്ക് ഇത് അഭിമാനം നൽകും. ശേഷം ഫൂസിയോട് എന്ന പോലെ മുകളിലേക്ക് നോക്കി ഫൂസിയെ അവർ വണങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് ഷീലിങ്ങിൻ്റെ അധികാരിയോട് സംസാരിക്കുന്ന ദുഷ്ടനായിട്ടുള്ള കമാൻഡറിനെയാണ്. ആദ്യമേ നിങ്ക് ഇപ്പോഴും ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ പ്രൊട്ടക്ഷനിൽ ഇപ്പോഴും താങ് സ്റ്റേറ്റിൽ തന്നെയാണെന്ന് പറയുന്നു. അതിനുശേഷം അവർ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനും മറ്റുള്ള അവരുടെ എല്ലാ ഗാർഡ്സും ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ എത്തിക്കുന്നതായി ഞാൻ കേട്ടു എന്നും ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുന്നു. അവർ താങ് സ്റ്റേറ്റിനെ പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കില്ലല്ലോ എന്ന ആശങ്ക അവസാനം അയാൾ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ഇവിടെ ഇപ്പോൾ ഹെവൻലി ഗോഡ് എത്തിയിട്ടുണ്ട്. ഹെവൻലി ഗോഡിൻ്റെ മകള് തന്നെ താങ് സ്റ്റേറ്റിനെ കത്തിച്ച് ചാമ്പലാക്കിക്കോളും. അതുകൊണ്ട് തന്നെ അവൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ചെയ്ത് തീർത്തു കൊടുക്കണം. അവസാനം അവളെ തിരികെ ഹെവനിലേക്ക് തന്നെ പോകാനും സഹായിക്കണം. അവൾ ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലതെന്ന് ദുഷ്ടനായിട്ടുള്ള കമാൻഡർ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഷീലിങ്ങിൻ്റെ അധികാരി അതിന് മറുപടിയായിട്ട് പറയുന്നത് അത് വിഡ്ഢിത്തരമാണ്, സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിലേക്ക് തന്നെ തിരികെ പോകണമെന്നൊക്കെയാണ്. അതിനുശേഷം അവസാനമായിട്ട് പറയുകയാണ്, വീണ്ടും എല്ലാ സ്റ്റേറ്റുകളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടണം. ഹെവൻലി ഗോഡിൻ്റെ മകൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ താങ് സ്റ്റേറ്റിനെ നശിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ടാകും. അവൾ പോയ ഉടനെ തന്നെ താങ് സ്റ്റേറ്റിനെതിരെയുള്ള നമ്മുടെ രണ്ടാമത്തെ വലിയ ആക്രമണം തൊടുത്തുവിടണം. പിന്നെ അക്കാദമിയിലെ ഒരു ശിഷ്യൻ ഷിയോഷുവിൻ്റെ അടുത്ത് വന്ന് സെക്കൻഡ് ബ്രദറിനെ അവനെ കാണണമെന്ന് പറയുന്നു. ഉടനെ തന്നെ ഷിയോഷു അങ്ങോട്ട് പോകുന്നു. സെക്കൻഡ് ബ്രദർ കൊടുത്ത ബുക്ക് വായിച്ചതിന് ശേഷം ഷിയോഷു അത് തിരികെ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് വളരെ നല്ലൊരു പ്ലാനാണ്, പക്ഷേ ഇതെല്ലാം പ്രാവർത്തികമാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെക്കൻഡ് ബ്രദർ പറയുകയാണ്, നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ കൊന്നിട്ടുണ്ട്, പക്ഷേ ട്രാപ്പുകൾ ഉണ്ടാക്കുന്നതിൽ നമ്മളത്രയ്ക്ക് വിദഗ്ധരൊന്നുമല്ല. എങ്കിലും നിങ്കയാണ് ഇതിൻ്റെ പിന്നിൽ, അതുകൊണ്ട് ഇതൊരിക്കലും പരാജയപ്പെടില്ല. ഇത് അക്കാദമിയുടെ വളരെ രഹസ്യമായിട്ടുള്ള പ്ലാനാണ്. പ്ലാൻ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. ഷിയോഷു അപ്പോൾ ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ ആ വലിയ യുദ്ധം ഉടനെ തന്നെ ഉണ്ടാകുമോ എന്ന്. സെക്കൻഡ് ബ്രദർ പറയുകയാണ്, അത് ഉടനെ തന്നെ ഉണ്ടാകും, പക്ഷേ നമ്മൾ അവർ അറ്റാക്ക് ചെയ്യുന്നത് വരെയും കാത്തിരിക്കുന്നതിലും നല്ലത് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അവരും ഇപ്പോൾ കഴിഞ്ഞ വാറിൽ നിന്ന് റിക്കവർ ആയിട്ടില്ലല്ലോ. ഷിയോഷു അപ്പോൾ പറയുകയാണ്, പക്ഷേ അവരുടെ കൂടെ ഇപ്പോൾ ആ അറവുകാരനും കുടിയനുമില്ലേ, അവരിപ്പോൾ വളരെ പവർഫുള്ളാണ്. കാരണം അവർ രണ്ടുപേരും എല്ലാ സ്റ്റേജും കഴിഞ്ഞവരാണ്. അവർ വളരെ പവർഫുള്ളാണ്. അവരുടെ പവർ എത്രമാത്രം ഉണ്ടെന്ന് ഇവിടെ പറയുന്നില്ല എങ്കിലും ഒരുപക്ഷെ മിക്കവാറും ടെമ്പിൾ മാസ്റ്ററിനേക്കാളും അവർ പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ചാൽ നമുക്ക് വിജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഷിയോഷു പറയുന്നത്. അപ്പോഴേക്കും ഫസ്റ്റ് ബ്രദറും അങ്ങോട്ട് വരുന്നു. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, ഈ പ്ലാൻ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ അവരെ തടയാൻ ഞാൻ തയ്യാറാണ്. കുറച്ചു നേരത്തേക്ക് അവരെ പിടിച്ചു നിർത്താൻ ഫസ്റ്റ് ബ്രദറിന് ഒരു പക്ഷേ സാധിക്കുമായിരിക്കും. പിന്നെ ഹെവൻലി ഗോഡിൻ്റെ മകളുടെ അടുത്തേക്ക് വരുന്ന ഷീലിങ്ങിൻ്റെ അധികാരിയെ കാണിക്കുന്നു. അയാൾ ഹെവൻലി ഗോഡിൻ്റെ മകളെ വണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹെവൻലി ഗോഡിൻ്റെ മകൾ സെർവൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അയാൾ കൊണ്ടുവന്ന കഴിക്കുന്ന എന്തോ ഒരു വസ്തു കയ്യിലെടുത്തിട്ട് അതെന്താണെന്ന് ചോദിക്കുന്നു. അത് കഴിക്കുന്ന ഒരു വസ്തുവാണ്, യൂളാൻ സ്റ്റേറ്റിൻ്റെ ഒരു സമ്മാനമാണെന്നൊക്കെയാണ് ഷീലിങ്ങിൻ്റെ അധികാരി പറയുന്നത്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുമെങ്കിലും ഹെവൻലി ഗോഡിൻ്റെ മകൾ അത് അപ്രത്യക്ഷമാക്കുന്നു. അതിനുശേഷം വന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടുണ്ടെന്ന് ഷീലിങ്ങിൻ്റെ അധികാരി പറയുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകൾ അവരോട് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഷീലിങ്ങിൻ്റെ അധികാരി പറയുന്നത്. അതിനുശേഷം പറയുകയാണ്, പക്ഷേ താങ് സ്റ്റേറ്റ് ഇപ്പോഴും വൻ പ്രൊട്ടക്ഷനിലാണ്. ഹെവനിലേക്ക് അങ്ങ് തിരികെ പോകുന്നതിന് മുമ്പേ താങ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ അങ്ങയുടെ മനസ്സിലുണ്ടോ? അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുന്നത്, നമുക്ക് വേണ്ട ആളെ അവിടെ എത്തിക്കുമെന്നാണ്. അതിനുശേഷം പ്രകാശത്തിൻ്റെ ദൂതരെ തയ്യാറാക്കിയോ എന്ന് ചോദിക്കുന്നു. അതിനുവേണ്ടി കുറച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഷീലിങ്ങിൻ്റെ അധികാരി പറയുന്നു.
പല പല ടെമ്പിളുകളിൽ നിന്ന് പല പ്രാവശ്യവും ചെക്ക് ചെയ്തിട്ടാണ് അവരെ തെരഞ്ഞെടുത്തത്. എന്നാൽ അവർ ആരും തന്നെ പ്യുവർ അല്ല എന്ന് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുമ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരിക്ക് അതിശയമാകുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് ഷീഷു ടെമ്പിളിലെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ളത് അവരല്ല. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി അവരെക്കാളും പ്യുവർ ആയിട്ടുള്ളത് ആരായിരിക്കുമെന്ന് ആലോചിക്കുകയാണ്. വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പ്രകാശത്തിൻ്റെ ദൂതനാകാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തിയിലൂടെ മാത്രമേ ഹെവൻലി ഗോഡിന് ഹെവനിലേക്ക് പോകാനും സാധിക്കുകയുള്ളൂ. പിന്നെ വീണ്ടും ഫസ്റ്റ് ബ്രദറിനെയും സെക്കൻഡ് ബ്രദറിനെയും ഷിയോഷുവിനെയും ഒക്കെ കാണിക്കുന്നു. വീണ്ടും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും കൊല്ലാം എന്ന് പറയുമ്പോൾ ഷിയോഷു പറയുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ അത് ചെയ്യാം. സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ് ആ കുടിയൻ്റെയും മറവുകാരൻ്റെയും ഒറ്റ മൂവിൽ തന്നെ നീ തീരും. എങ്കിലും ഷിയോഷു അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു. അവരെ നിരീക്ഷിക്കാൻ ചാരന്മാരെ നിയോഗിക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർക്കെതിരെ നീക്കങ്ങൾ നടത്തേണ്ടത് എന്നിങ്ങനെയൊക്കെ ഷിയോഷു പറയുന്നു. അപ്പോഴും സെക്കൻഡ് ബ്രദർ പറയുന്നുണ്ട് അവരെ കൊല്ലുന്നതൊന്നും അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല എന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തേർഡ് സിസ്റ്റർ പറയുകയാണ് കൊല്ലുന്നതിന് ഡീമോണിക് കൾട്ടിൽ നിന്നുള്ള ടെക്നിക്കുകളാണ് നല്ലത്. പക്ഷേ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ആളുകളെയാണ് കൊല്ലേണ്ടതെങ്കിൽ അത്രയും ഡാമേജ് നിന്റെ ശരീരത്തിൽ നിനക്ക് ഏൽക്കേണ്ടി വരും. ഡീമോണിക് കൾട്ടിൽ നിന്നുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതല്ലാതെ വേറെ വഴിയുമില്ല. അതിന് നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഷിയോഷു പറയുകയാണ് ഈ യുദ്ധത്തിൻ്റെ വിജയത്തിന് വേണ്ടി, താങ് സ്റ്റേറ്റിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനത് തയ്യാറാണ്. തേർഡ് സിസ്റ്റർ അപ്പോൾ തുടർന്ന് പറയുകയാണ് അതിനിപ്പോൾ ലൂബായുടെ സഹായമാണ് വേണ്ടത്. അവൻ്റെ വാളുകൾ നിന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിക്കണം, ആർക്കും കാണാനാവാത്ത വിധം. അങ്ങനെയൊന്ന് അവർ ഇമാജിൻ പോലും ചെയ്തിട്ടുണ്ടാകരുത്. അതിനുവേണ്ടി ലൂബായ്ക്ക് താൻ എഴുതിക്കോളാമെന്ന് സെക്കൻഡ് ബ്രദർ പറയുന്നു. ഹെവൻലി ഗോഡുമായിട്ടുള്ള ഈ ഫൈറ്റിൽ ലൂബായുടെ വാള് നമുക്കിപ്പോൾ കടമായിട്ട് വേണം. ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുകയാണ് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് നീ ചെയ്യാൻ പോകുന്നത്. നിനക്ക് ഇതിൽ നിന്ന് പിന്മാറണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പിന്മാറാവുന്നതാണ്. എന്നാൽ താൻ പിന്മാറുന്നില്ല എന്ന് ഷിയോഷു പറയുന്നു. ഫൂസിയുടെ വാക്കുകളും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. 1000 പേർ എൻ്റെ മുന്നിൽ നടക്കുകയാണെങ്കിൽ പോലും മുന്നേ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നടക്കുക തന്നെ ചെയ്യും. അതിനുശേഷം നിൻക്ക് ഈ പദ്ധതിയുടെ ഭാഗമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സെക്കൻഡ് ബ്രദർ പറയുകയാണ് നിൻക്ക് ഈ പദ്ധതിയുടെ ഭാഗമല്ല എങ്കിലും അവനും വളരെ പ്രാധാന്യമുണ്ട്. അവനിപ്പോൾ ഈ ക്യാപിറ്റലെ വിട്ടു പോയിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഷിയോഷു ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ വിട്ട് ഷീലിങ്ങിലേക്ക് പോകുന്ന നിൻക്കയെ കാണിക്കുന്നു. കുതിരപ്പുറത്ത് പോകുന്ന നിൻക്കയുടെ കൂടെ ഷിയോഷുവിൻ്റെ ഒരു ശിഷ്യനുമുണ്ട്. വർത്താനം പറഞ്ഞ് ചിരിച്ചും കളിച്ചുമൊക്കെയാണ് അവർ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ലൂബായുടെ സ്ഥലത്തെത്തിയ ഷിയോഷുവിനെ ലൂബായുടെ ആളുകൾ സ്വീകരിക്കുന്നതായി കാണിക്കുന്നു. മുമ്പൊരിക്കൽ ഷിയോഷുവിൻ്റെ വാളെടുത്തുകൊണ്ട് നിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെ കാഴ്ച പോയൊരു വ്യക്തിയാണ് ഷിയോഷുവിനെ സ്വീകരിക്കാൻ വന്നത്. അതിൽ നീ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോ എന്ന് ഷിയോഷു ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ് ഈ വാളിൻ്റെ പേരിൽ അല്ലായിരുന്നെങ്കിൽ പോലും നിക്കയോട് ഞാൻ ഫൈറ്റ് ചെയ്യുമായിരുന്നു. എല്ലാ ഫൈറ്റും ഫെയർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റിൻ്റെ ഔട്ട്കമ്മും ഫെയർ ആയിട്ടുള്ളതാണ്. അതിനുശേഷം അവൻ പറയുകയാണ് ലൂബായുടെ കയ്യിൽ നിന്ന് ഫൂസി വാള് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിനക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഇപ്പോൾ ലൂബായി സഹായിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലായിരിക്കും ലോകം ചെന്ന് എത്തിച്ചേരുക. അതുകൊണ്ട് ലൂബായ് തീർച്ചയായും എന്നെ സഹായിക്കാതിരിക്കില്ല. അതിനുശേഷം ഷിയോഷു ലൂബായിനെ വന്ന് കാണുന്നതായി കാണിക്കുന്നു. തനിക്കെതിരെ ഫൈറ്റ് ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നതെന്ന് കരുതിയാണ് ലൂബായ് ആദ്യമേ സംസാരിക്കുന്നത്. അവൻ്റെ ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അടുത്ത ലെവലിലേക്ക് അവൻ അപ്ഗ്രേഡ് ആയി പോയാലും ലൂബായ്ക്കെതിരെ അവനൊരു മാച്ച് അല്ല എന്നാണ് ലൂബായ് പറയുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഷിയോഷു. സെക്കൻഡ് ബ്രദർ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നതെന്നും അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്നും ലൂബായോട് പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ലൂബായ് പറയുകയാണ് നിനക്ക് എന്നെ ചലഞ്ച് ചെയ്യണം, എന്നാൽ അതിൽ പരാജയപ്പെട്ടാലും ഞാൻ നിന്നെ കൊല്ലാൻ പാടില്ല. അതുകൂടാതെ അവസാനം എൻ്റെ സ്വോർഡ് ഞാൻ നിനക്ക് തരണം, അത് നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കണം. അക്കാദമിയിലുള്ളവർ ശരിക്കും പ്രാന്തന്മാർ തന്നെ. ഷിയോഷു പറയുകയാണ് ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ അത് ചെയ്തേ മതിയാകൂ, അങ്ങേക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹെവൻലി ഗോഡിനെതിരെ ഫൈറ്റ് ചെയ്യാനാണത്, അതുകൊണ്ട് തന്നെ അത് അത്രമാത്രം പവർഫുൾ ആയിരിക്കണം. അവസാനം ലൂബായ് അതിന് തയ്യാറാകുന്നു. ലൂബായ് വെള്ളത്തിൽ നിന്നാണ് അവൻ്റെ വാളെടുക്കുന്നത്. ഷിയോഷു ആകട്ടെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് പോലെ ഒരു ഷീൽഡ് പോലെ അവൻ്റെ വാള് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ലൂബായുടെ വാള് തൊടുത്തു വിട്ടപ്പോൾ ഷിയോഷുവിൻ്റെ വാള് ലൂബായുടെ വാളിനെ തടുത്തൊന്നുമില്ല. പകരം ലൂബായുടെ വാള് ഷിയോഷുവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ആ ഒരു ശക്തിയാൽ അവൻ തെറിച്ചുപോയി വീഴുന്നുണ്ട്. ആ ഒരു ആഘാതത്തിൽ ചോര തുപ്പിയും പോകുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ലൂബായുടെ വാള് ഷിയോഷുവിന് കൊടുത്തു. അതിപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ലൂബായ് പറയുകയാണ് ഈ ഒരു ഫൈറ്റിന് ശേഷം നീ യൂസ്ലെസ് ആയിട്ടുള്ളവനായി, നിനക്ക് നാശം സംഭവിച്ചു. എന്നാൽ ഷിയോഷു അതിനൊക്കെ നന്ദി പറയുമ്പോൾ ലൂബായ് ചോദിക്കുകയാണ് നീ നിന്റെ ശക്തിയെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് വന്നതാണല്ലോ,
നീ നല്ലൊരു സ്റ്റേജിലായിരുന്നു, എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഈ വഴി സ്വീകരിച്ചത്? ആ കുടിയനും അറവുകാരനും വേണ്ടിയാണല്ലോ നീ ഇതൊക്കെ ചെയ്തത്. അവരെ നേരിടുന്നതിന് മാത്രം ഇത് വർത്താണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനുശേഷം ഷിയോഷു പതുക്കെ പതുക്കെ ലൂബായുടെ അടുത്തേക്ക് വന്ന് അക്കാദമിയിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞ് സന്ദേശം ലൂബായി ഏൽപ്പിക്കുന്നു. ആ സന്ദേശം വായിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നു. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ലൂബായി പറയുകയാണ്, അപ്പോൾ എൻ്റെ വാള് ഞാൻ നിനക്ക് തരണം അല്ലേ? നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എൻ്റെ വാളുകൾ അങ്ങനെ നിക്ഷേപിക്കുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു മൂവാണ്. അപ്പോൾ ഷിയോഷു പറയുകയാണ്, കുഴപ്പമില്ല, അത് പൊട്ടിത്തെറിച്ച് നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം നീ മരിക്കുമെന്ന് പറഞ്ഞിട്ടും ഷിയോഷു പറയുകയാണ്, എങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം വെച്ച് നോക്കുമ്പോൾ അത് വർത്താണ്. എനിക്കതിൽ ഒരു ഖേദവുമില്ല. അപ്പോൾ ലൂബായ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള വാളുകൾ ഷിയോഷുവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറാകുന്നു. നേരത്തെ ഒരു വാൾ അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ കയറുന്നുണ്ടായിരുന്നു. അതും അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടോ എന്നറിയില്ല. എന്നാൽ ഇപ്രാവശ്യം വാളുകളുടെ ഒരു കടൽ തന്നെയാണ് ലൂബായ് അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആ സമയത്ത് ഷിയോഷു ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. എങ്കിലും ലൂബായ് അത് വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കുന്നു. എല്ലാ വാളുകളും ഇപ്പോൾ ഷിയോഷുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഷിയോഷു ഇപ്പോൾ ശരിക്കും ഒരു ചലിക്കുന്ന ബോംബ് തന്നെയാണ്. അത് ആരുടെ നേരെ പ്രയോഗിച്ചാലും ആ വ്യക്തി മരിച്ചത് തന്നെ. അത്രയൊക്കെ സംഭവിച്ച അവശനായിട്ടും ഷിയോഷു ഒരു വിധത്തിൽ നേരെ നിന്ന് ലൂബായ്ക്ക് വണങ്ങി നന്ദി പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പോൾ നിക്കിയും ഷിയോഷുവിൻ്റെ ശിഷ്യനും കൂടി മറ്റൊരു വ്യക്തിയുടെ കൂടെ ഫുഡും ഡ്രിങ്കും ഒക്കെ കുടിക്കുന്നതായി കാണിക്കുന്നു. യുദ്ധം കഴിഞ്ഞുള്ള ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും മുമ്പുണ്ടായ യുദ്ധത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് ആ വ്യക്തി സംസാരിക്കുന്നത്. അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് അവരുടെ ബോർഡർ കാത്തു സൂക്ഷിച്ചു, അവരെ പേടിച്ചാണ് ശത്രുക്കൾ ഒളിച്ചോടിയത് എന്നൊക്കെയാണ് ആ വ്യക്തി പറയുന്നത്. അതിനുശേഷം നിക്ക് അയാളെ പറ്റി ചോദിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് തന്നെ 100 നാവിൽ സംസാരിക്കുന്നു, പൊക്കി. അതിനുശേഷം ആ വ്യക്തി നിങ്കയുടെ കുതിര എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നിങ്കയ്ക്ക് എങ്ങനെയാണ് ആ വ്യക്തിയെ പരിചയമുള്ളതെന്നൊക്കെ കാണിക്കുന്നത്. അതിനു മുമ്പേ നിങ്ക ആ കുതിരയെപ്പറ്റി ചോദിച്ചപ്പോൾ ആ കുതിര ഓടിപ്പോയി എന്ന് പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് സാങ്സാങ്ങിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ആ വ്യക്തിയെ പരിചയപ്പെട്ടത്. അന്നും നിങ്കയുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഇയാളോട് പറഞ്ഞിരുന്നില്ല. ഒരു പട്ടാളക്കാരനാണ് താനെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അതിനുശേഷം സാങ്സാങ്ങിനെ പറ്റി ഓർത്തു കഴിയുമ്പോൾ ആ വ്യക്തി ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ എവിടെ? അന്ന് തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണ് സാങ്സാങ്ങിനെ പരിചയപ്പെടുത്തിയത്. ഭാര്യയുമായിരുന്നു. ആദ്യം അവൻ്റെ മകളാണോ സാങ്സാങ് എന്നാണ് ചോദിച്ചത്. എന്നാൽ പിന്നീട് തൻ്റെ ഭാര്യയാണെന്ന് നിങ്ക പറഞ്ഞു. സാങ്സാങ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ വളരെ വിഷമത്തോടെ അറിയില്ല എന്ന രീതിയിൽ അവൻ തലയാട്ടുന്നു. അപ്പോൾ അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അതൊക്കെ വിടാൻ ആ വ്യക്തി പറയുന്നു. നിങ്ക അപ്പോൾ പറയുകയാണ്, എല്ലാം എൻ്റെ വിധിയാണ്. ഷിയോഷുവിൻ്റെ ശിഷ്യൻ അപ്പോൾ പറയുകയാണ്, മതി, നമുക്ക് സമയമില്ല, ഉടനെ തന്നെ പോകാം. ശേഷം അയാളോടും യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്ന് പുറപ്പെടുന്നു. പിന്നെ ടെമ്പിൾ മാസ്റ്ററിനെ കാണാൻ വന്ന ഷീലിങ്ങിൻ്റെ അധികാരിയെയും യേഹോങ്യുവിനും ഒക്കെ കാണിക്കുന്നു. ഷീലിങ്ങിൻ്റെ അധികാരി ടെമ്പിൾ മാസ്റ്ററിനെ പേരെടുത്ത് വിളിച്ച് അവനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ടെമ്പിൾ മാസ്റ്ററിൻ്റെ ശിഷ്യൻ അത് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ടെമ്പിൾ മാസ്റ്റർ അത് തടയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, താനിപ്പോൾ അവർക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ എന്ന് ടെമ്പിൾ മാസ്റ്റർ പറയുന്നു. അധികാരത്തിൻ്റെ കൊഴുപ്പിലാണ് അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ഷീലിങ്ങിൻ്റെ അധികാരത്തിൽ ഇരുന്നവരിൽ ഞാൻ മാത്രമാണ് ടെമ്പിൾ മാസ്റ്ററിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഷീലിങ്ങിൻ്റെ അധികാരിയുടെ വാക്കുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ പി പറയുകയാണ്, പക്ഷേ ഷീലിങ്ങിൻ്റെ മറ്റുള്ള അധികാരികൾക്കൊക്കെ നാണമുണ്ടായിരുന്നു. അത് കേട്ട് ചിരിച്ച് ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, നിന്റെ കുട്ടിത്തമൊന്നും മാറിയിട്ടില്ലല്ലോ, നീ അക്കാദമിയിലെ ഒരു ശിഷ്യൻ തന്നെയാണോ? അപ്പോൾ ദേഷ്യമാവുന്ന പി മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ ഇവിടെ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ഞാനിപ്പോൾ വന്നത് ടെമ്പിൾ മാസ്റ്ററിനെ പ്രകാശത്തിൻ്റെ ദൂതനായിട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ ചോദിക്കുകയാണ്, ലൈറ്റ് ഹാളിൻ്റെ കോൺഫറൻസ് തുടങ്ങാൻ പോവുകയാണല്ലേ? ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, അതെ, അതിൽ പ്രകാശത്തിൻ്റെ ഒരു ദൂതനെ ആവശ്യമുണ്ട്. അത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം ടെമ്പിൾ മാസ്റ്റർ, അത് നിങ്ങളാണ്. എങ്കിൽ മാത്രമേ ഹെവൻലി ഗോഡിന് തിരികെ ഹെവനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ പേര് ലിപികളിൽ കുറിക്കപ്പെടും. അങ്ങനെ ചെയ്താലുള്ള ആ മഹത്വത്തെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, ഞാൻ വരുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഞാനല്ല. ആയിരുന്നെങ്കിൽ ഞാൻ വന്നാനേ. ഷീലിങ്ങിൻ്റെ അധികാരി അപ്പോൾ പറയുകയാണ്, അത് നിങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, അത് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയണം. നിങ്ങൾ വരുന്നില്ല എങ്കിൽ നിർബന്ധപൂർവ്വം ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരും. പി അപ്പോൾ പറയുകയാണ്, ഫാദർ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ അപ്പോൾ മുന്നോട്ട് വന്നിട്ട് പി പറയുകയാണ്, തടി കേടാതെ മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ദേഷ്യമാകുന്ന പി അവൻ്റെ ഫിംഗർ ടെക്നിക്ക് ഉപയോഗിച്ച് ദുഷ്ടനായിട്ടുള്ള കമാൻഡറിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. അതുമൂലം അവൻ തെറിച്ചു പോവുകയാണ്. ഉടനെ തന്നെ യേഹോങ് അവളുടെ വാള് പി കഴുത്തിൽ വെക്കുന്നു.
ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ആകട്ടെ വീണ്ടും എഴുന്നേറ്റ് പിയുടെ നേരെ പാഞ്ഞു വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പി അവൻ്റെ നേരെ കൈ വെച്ചിട്ട് യേഹോങ്ങിയോട് ചോദിക്കുകയാണ്, നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? യേഹോങ്ങി അപ്പോൾ പറയുകയാണ്, പ്രകാശത്തിൻ്റെ ഉത്തരവുകൾ എനിക്ക് അനുസരിച്ചേ മതിയാകൂ, എനിക്ക് പ്രകാശത്തെ ഫോളോ ചെയ്തേ മതിയാകൂ. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ യേഹോങ്ങിയോട് പറയുകയാണ്, നിന്റെ ഈ പ്രവൃത്തികൾ മൂലം നിനക്ക് ഖേദിക്കേണ്ടി വരും. എന്നിട്ടും യേഹോങ്ങി അതിൽ നിന്ന് പിന്മാറുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഹെവൻലി ഗോഡിൻ്റെ ശബ്ദം അവരോടെല്ലാവരോടുമായിട്ട് പറയുകയാണ്, എനിക്ക് ടെമ്പിൾ മാസ്റ്ററിനെ അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഇവനെയാണെന്ന് പറഞ്ഞ് പിയുടെ നേരെ ഹെവൻലി ഗോഡ് അവളുടെ പ്രകാശം വിടുന്നു. പിയെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ ഭാഗത്ത് മാത്രം പ്രകാശം വരുത്തിയത്. അതിനുശേഷം ഹെവൻലി ഗോഡിൻ്റെ മകൾ തുടർന്ന് പറയുകയാണ്, ഇവനിലൂടെ എനിക്ക് തിരികെ സ്വർഗത്തിലേക്ക് പോകാം, ഇവൻ തന്നെയാണ് അതിന് ഏറ്റവും മാച്ച്. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകളുടെ ശബ്ദം കേട്ട് മുട്ടുകുത്തി നിൽക്കുകയായിരുന്ന ഷീലിങ്ങിൻ്റെ അധികാരിയും മറ്റുള്ളവരും എഴുന്നേറ്റ് കഴിഞ്ഞ് ഷീലിങ്ങിൻ്റെ അധികാരി പിയോട് പറയുകയാണ്, ഇത് വലിയൊരു ഓണറാണ്, ഇതുവഴി നിനക്ക് ഹെവൻലി ഗോഡിൻ്റെ കൂടെ ആയിരിക്കാം. പിക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അവൻ തൻ്റെ ഫാദറിൻ്റെ പേര് പലതവണ വിളിച്ചു, എന്നാൽ ടെമ്പിൾ മാസ്റ്ററിന് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോഴേക്കും ഹെവൻലി ഗോഡിൻ്റെ മകളുടെ പ്രകാശം അവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പിയോട് എന്ന പോലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. അതിനുശേഷം ദുഷ്ടനായിട്ടുള്ള കമാൻഡറും ഷീലിങ്ങിൻ്റെ അധികാരിയും ഷീലിങ്ങിൽ എത്തി അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അക്കാദമിയിലെ 12ാമത്തെ ശിഷ്യനായ അവനെ തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് നന്നായി, ഇതുമൂലം അവനെ തേടി എല്ലാവരും ഇവിടെ എത്തും. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ എല്ലാവരെയും ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലേ? ശേഷം ആ വാർത്ത ഉടനെ തന്നെ സ്പ്രെഡ് ആക്കാൻ പറയുന്നു. അതിനുശേഷം നിങ്കയെ കുറിച്ച് എന്തെങ്കിലും വാർത്ത ഉണ്ടോ എന്ന് ഷീലിങ്ങിൻ്റെ അധികാരി ചോദിക്കുന്നു. അവനെക്കുറിച്ച് പ്രത്യേകിച്ച് വാർത്തയൊന്നുമില്ല, ഒരുപക്ഷെ ഗോഡ് സ്റ്റാർലിംഗ് ഫോർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറഞ്ഞു കഴിയുമ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, വിഡ്ഢികൾ ഇപ്പോഴും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചെയ്തത് കൊണ്ടൊന്നും താങ് സ്റ്റേറ്റിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നിങ്കെ വേഷം മാറി അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു പ്രീസ്റ്റ് അവിടുത്തെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന പണി അവനെ ഏൽപ്പിക്കുന്നു. എപ്പോഴും അവൻ അവിടെ തന്നെ ആയിരിക്കണമെന്ന് ആ പ്രീസ്റ്റ് പറയുമ്പോൾ നിങ്കെ ചോദിക്കുകയാണ്, എനിക്ക് ലൈറ്റ് ഹാളിലേക്ക് പോകാൻ സാധിക്കില്ലേ? ആ വ്യക്തി പറയുകയാണ്, അത് ചിന്തിക്കുക പോലും ചെയ്യരുത്, അങ്ങനെ എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നീ മരിച്ചത് തന്നെ. അതിനുശേഷം അവരോട് കൂടുതലായിട്ട് സംസാരിക്കാതെ പണിയെടുക്കാൻ പറഞ്ഞുകൊണ്ട് ആ പ്രീസ്റ്റ് അവിടെ നിന്ന് പോകുന്നു. നിങ്കെ അപ്പോൾ ആലോചിക്കുകയാണ്, ഹെവൻലി ഗോഡിനെ തിരിച്ച് സ്വർഗത്തിലേക്ക് അയക്കരുത്, ഫൂസിയുടെ പ്ലാനും അത് തന്നെയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവൾ ഈ ലോകത്തെ ഭരിക്കും. ശേഷം സാങ് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു എന്നും അവൻ പറയുന്നു. അതിനുശേഷം നിങ്കെ ഒളിച്ചും പാത്തും ഷീലിങ്ങിലെ തന്നെ എങ്ങോട്ടോ പോകുന്നതായി കാണിക്കുന്നു. ആളുകളെയൊക്കെ വെട്ടിച്ച് കുറച്ച് മുന്നോട്ട് പോകാൻ അവന് സാധിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകതരം ഫോർമേഷനിൽ അവൻ അകപ്പെടുന്നു. അവിടുത്തെ വൃക്ഷങ്ങൾ തന്നെ വളരെ ശക്തമായിട്ട് അവനെ ആക്രമിക്കാൻ വരികയാണ്. എന്നാൽ അതിനെ അല്പം മാത്രം ചെറുത്ത് നിൽക്കാനേ അവന് സാധിച്ചുള്ളൂ. അതിൽ നിന്ന് കുറേ ആക്രമണങ്ങൾ അവന് ഏൽക്കേണ്ടി വന്നു. അവസാനം വേറെ നിവൃത്തിയില്ലാതെ ഓടി മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നു. അതിനുശേഷം അവൻ പറയുകയാണ്, ഇത് ശരിക്കും ഹൊറിബിൾ ആണല്ലോ, ഫൂസി എങ്ങനെയാണ് നിസ്സാരമായിട്ട് ഇതെല്ലാം പറിച്ചെറിഞ്ഞത്? അപ്പോഴാണ് അവൻ്റെ പ്രിയപ്പെട്ട കുതിര അങ്ങോട്ട് വരുന്നതായി അവൻ കാണുന്നത്. ഉടനെ തന്നെ സന്തോഷത്തോടെ ഓടി അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സാധാരണ ആളുകളോട് വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ അതിനോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ് നിങ്കെ. അതിനുശേഷം സാങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനും പറയുന്നു. എന്നാൽ ആ കുതിരയ്ക്കും ആ ഫോർമേഷൻ കടന്ന് അപ്പുറം പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നിങ്കെ പറയുകയാണ്, നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് പോകാം, ആ ഫോർമേഷൻ നിനക്കും കടക്കാനാകില്ലല്ലോ. അതിനുശേഷം ഒരു സെർവൻ്റ് കടയിൽ നിന്ന് സാങ്ങിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഹെവൻലി ഗോഡിൻ്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതായി കാണിക്കുന്നു. സാങ് ആ ഭക്ഷണത്തെക്കുറിച്ച് വാതോരാതെ ഹെവൻലി ഗോഡിൻ്റെ മകളോട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നിങ്കയും പതുക്കെ അതിലൂടെ കടന്നു പോകുന്നതായി കാണിക്കുന്നു. ഫൂസിയുടെയും നിങ്കയുടെയും കൂടെയാണ് ആ ഭക്ഷണം താൻ കഴിച്ചതെന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് മിണ്ടരുതെന്ന് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുന്നു. അപ്പോൾ സാങ് നിങ്കയെ കാണുന്നു. പെട്ടെന്ന് നിങ്കയെ യങ് മാസ്റ്റർ എന്ന് അവൾ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. നിങ്കെ ആകട്ടെ അത് കേട്ട് തിരിഞ്ഞു നോക്കുന്നു. സാങ് അതിനുശേഷം അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ സാങ്ങിനെ അവളുടെ ഉള്ളിലേക്ക് തന്നെ എടുക്കുന്നു. നിങ്കെ ആകട്ടെ ആ വിളിച്ചത് തൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി വീണ്ടും നടക്കുന്നു. നിങ്കെ അതിനുശേഷം സാങ് നേരത്തെ വാങ്ങിക്കഴിച്ച സ്വീറ്റ് പൊട്ടറ്റോ തന്നെ കടയിൽ ചെന്ന് വാങ്ങുന്നു. 3 എണ്ണമാണ് അവൻ ഓർഡർ ചെയ്തത്. അപ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, ഇത് വളരെ വലുതാണ്, നിനക്ക് 3 എണ്ണമൊന്നും കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫൂസിയുടെയും സാങ്ങിൻ്റെയും കൂടെയും ഒക്കെ അത് കഴിച്ചത് ഓർത്തതിന് ശേഷം നിങ്കെ പറയുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് 3 എണ്ണമാണ് വാങ്ങിയത്. സാങ് ഹെവൻലി ഗോഡുമായിട്ട് ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ്. സാങ് പറയുകയാണ്, യങ് മാസ്റ്റർ എന്നെ തേടി വന്നിരിക്കുകയാണ്. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, ഇല്ല, അവൻ മരണത്തെ തേടി വന്നിരിക്കുകയാണ്. അപ്പോൾ സാങ് അവനെ കൊല്ലരുത് എന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നു.
അതിനുശേഷം ഹെവൻലി ഗോഡിൻ്റെ മകൾ കൈ വീശി കഴിയുമ്പോൾ വലിയൊരു ഇടിമുഴക്കമുണ്ടാകുന്നു. അത് കേട്ട് നിങ്കെ പറയുകയാണ്, പെട്ടെന്ന് ഇടിമുഴക്കമോ, ഇത് എന്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ആ കടക്കാരൻ പറയുകയാണ്, ഹെവൻലി ഗോഡിൻ്റെ പ്രവൃത്തികളാണ് ഇതെല്ലാം. ഈ ഒരു സമയത്ത് ഈ തണ്ടർ മൂലം അവിടുത്തെ ഫോർമേഷൻ എല്ലാം നശിക്കും. നിനക്ക് അവിടെ കയറിപ്പറ്റാനുള്ള അവസരമാണിത്. അവൻ്റെ പ്ലാനിനെ പറ്റിയൊക്കെ ആ കടക്കാരൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്കി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ അറിയാമോ? അപ്പോൾ ആ കടക്കാരൻ പറയുകയാണ്, എന്നെ അങ്ങനെ നിസ്സാരക്കാരനായിട്ട് കണക്കാക്കല്ലേ, നിങ്ങളെ എനിക്കറിയാം, ഫൂസിയെയും നിന്റെ അങ്കിളിനെയും ഒക്കെ. അവർ ഇവിടെ വന്നത് തന്നെ അങ്ങോട്ട് പോകാനല്ലേ. അതിനുശേഷം മുമ്പ് അവർ വന്നപ്പോഴുള്ള കാര്യങ്ങളും പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ അപകടകാരിയല്ല എന്ന് നിങ്കയ്ക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം നിങ്കെ നേരത്തെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാനുള്ള ബെറ്റർ ആയിട്ടുള്ള സമയം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ഒരു കുന്ന് കയറുകയാണ് അവൻ. സാങ്സാങ് അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകളോട് പറയുകയാണ്, അവൻ എനിക്ക് വേണ്ടിയാണ് വരുന്നത്. ഹെവൻലി ഗോഡിൻ്റെ മകൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്വീറ്റ് പൊട്ടറ്റോ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാങ്സാങ് അപ്പോൾ പറയുകയാണ്, അത് നല്ല ടേസ്റ്റാണ്, കഴിച്ചു നോക്കൂ. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകളാകട്ടെ അവൻ ഇങ്ങോട്ട് കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ് പൊട്ടറ്റോ നിങ്കയുടെ നേരെ എന്ന പോലെ എറിയുന്നു. എന്നാൽ നിങ്കയുടെ അടുത്തേക്ക് വലിയ കല്ലാണ് വരുന്നത്. അതവനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. എന്നാൽ അവൻ നിലത്ത് ചെന്ന് പതിക്കുന്നില്ല. ഒരു വള്ളിയിൽ പിടികിട്ടി അവൻ തൂങ്ങിക്കിടക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മളോട് തന്നെ കാണുമ്പോൾ അതുവരെ ഗുഡ് ബൈ.